ഹായ്, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. വീണ്ടും എൻ്റെ നോർവൻ സന്ദർശനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ നിന്നും വെളിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെയാണ് ഇത് ചിത്രീകരിക്കുന്നത്, ഇപ്പോൾ കാണുന്നതും. ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നോർവേയിൽ ഞങ്ങളൊന്ന് ഇറങ്ങിയത് നോർവേയുടെ ക്യാപിറ്റലായ ഓസ്ലോയിലായിരുന്നു. അവിടെ നിന്ന് ഏകദേശം 250 കിലോമീറ്ററോളം ദൂരെയുള്ള ഗോൾ എന്ന ചെറു പട്ടണമാണ് ഇത് ഇപ്പോൾ കാണുന്നത്. ഈ പട്ടണത്തിലായിരുന്നു ഞങ്ങൾ ഇന്നലെ താമസിച്ചത്, ഇന്നലെ മെഞ്ഞാന്ന്. ഇനി ഞങ്ങൾ തിരിച്ച് വീണ്ടും ഓസ്ലോയിലേക്ക് പോവാണ്, ക്യാപിറ്റലിലേക്ക്. അവിടെ പോയി കുറച്ച് കാഴ്ചകളുണ്ട്. അതാണ് ഇന്നത്തെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുള്ളത്. വഴിമധ്യേ ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞുതരാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണ്, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയാണ്. ഹലോ, ഹായ്. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ചെറിയ സിറ്റി ടൂറുണ്ട്. അത് ഉച്ചയോടുകൂടി ഒരു സിറ്റി ടൂറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നഗരപ്രദക്ഷിണം. അത് വലുതായിട്ടൊന്നും മനസ്സിലാകത്തുമില്ല, എങ്കിലും ശ്രദ്ധിച്ചിരിക്കാം, കാണാം, കണ്ടങ്ങ് മറയാമെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അതുകൊണ്ട് നേടാനില്ല. അതിനുശേഷം കൊണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള നോബൽ സമ്മാനം കൊടുക്കുന്ന, അതായത് ലോകത്തിൽ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കൊടുക്കുന്നത് നോർവേയിലാണ്. അതിൻ്റെ സിറ്റി ഹാൾ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ഒന്ന് പോകണം. അതിനുശേഷം വിശ്വവിഖ്യാതനായ ഒരു ശില്പിയുടെ ശില്പങ്ങൾ കാണാനൊന്ന് പോകണം. അതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു കപ്പൽ, അതിനൊരു ചരിത്രമുണ്ട്. അതൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്ക് വഴിയെ തന്നെ അതിനോടൊപ്പം തന്നെ പറഞ്ഞ് വിശദീകരിച്ച് തരാം. ഇപ്പോൾ ഞങ്ങളുടെ ഓസ്ലോയ്ക്ക് പോവുകയാണ്, പുറപ്പെടുകയാണ്. പുറപ്പെടുന്നതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോഴേ, അതായത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് അവിടെ കണ്ട കാഴ്ചകളൊക്കെയാണിത്. വണ്ടികളൊക്കെ ഐസിൽ കളിച്ച് നടക്കുന്നു പറയാം, കൊച്ചുകുട്ടികൾ കളിച്ച് നടക്കുന്ന പോലെ. കാറുകളൊക്കെ, ആർക്കും ഇതൊരു പുതുമയല്ല ഈ കാറിന് ഇതൊന്നും. വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ 365 ദിവസവും മഞ്ഞും മഴയുമായിട്ട് തണുപ്പും സഹിച്ച് കിടക്കുന്ന വാഹനങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. നമുക്കിത് കാണുമ്പോഴൊക്കെ പ്രശ്നമാണ്. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു മറയനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മറയൻ എന്ന് പറഞ്ഞാൽ കടൽ തന്നെ, അതിൻ്റെ ഒരു ഭാഗം കരയിലെ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് ചേർന്ന് വന്ന് യാത്രാ സൗകര്യങ്ങൾ, അതായത് ജാട്ടുകളൊക്കെ ഉപയോഗിക്കാൻ തക്കതായ ഹാർബർ. ജാട്ടെന്ന് പറഞ്ഞാൽ ഈ ഉല്ലാസ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ബോട്ടുകൾ, അതൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഹാർബറിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വെള്ളപ്പരവരാതി പോലെ നമുക്കിപ്പോൾ തോന്നുന്നതെല്ലാം മണലോ മറ്റു കാര്യങ്ങളൊന്നുമല്ല, ജലോപരിത തരം. അത് കട്ട പിടിച്ച് ഐസ് കട്ടകളായിട്ട് നിരന്ന് കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ കിടക്കുന്ന ബോട്ടിൽ തന്നെ ഐസ് കട്ട പിടിച്ച് കിടപ്പുണ്ട് മേൾ ഭാഗത്തെല്ലാം. ഈ മറ്റു ഭാഗങ്ങളെല്ലാം വലുതായിട്ട് കാണുന്ന ഭാഗങ്ങളെല്ലാം ജലാശയമാണ്. ജലാശയത്തിന് മുകളിൽ ഈ ഐസ് പാളികൾ നിരന്ന് കിടക്കുകയാണ്. യാതൊരു കാരണവശാലും ബോട്ടുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത രീതി 8ന്റെ പണിയും വാങ്ങിച്ചുകൊണ്ട് കിടക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഈ സമയം കഴിയണം, സമ്മർ സീസണിൻ്റെ ആദ്യത്തോടു കൂടി മാത്രമേ ഇതെല്ലാം മെൽറ്റായി അലിഞ്ഞ് ജലമായിട്ട് യോജിച്ചതിന് ശേഷം മാത്രമേ ഈ ബാക്കിയുള്ള ബോട്ടുകൾക്കെല്ലാം ഒരു മോചനം കിട്ടുകയുള്ളൂ ഈ കാലാവസ്ഥയുടെ അറസ്റ്റിൽ നിന്നും. പക്ഷേ ഈ പ്രതികൂല സാഹചര്യത്തിലും ആ സാഹചര്യത്തെ അനുകൂലമായിട്ടെടുത്ത് ആഘോഷിക്കുന്ന വിനോദസഞ്ചാരികളെയാണ് നമുക്ക് ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമുക്കിതെല്ലാം ഒരു അതിശയമായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇതെല്ലാം ഒരു നോർമൽ ലൈഫിൻ്റെ ഭാഗങ്ങളായിട്ട് മാത്രമാണ് നമുക്കിപ്പം വീക്ഷിക്കാൻ സാധിക്കുന്നത്. ഇത് ഞാനും ആ സമയം വേണ്ടിടത്ത് കൈകാര്യം ചെയ്തു. അത് നമുക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ തന്നെ അത് നമ്മുടെ വീഡിയോയിലേക്ക് പകർത്തുകയായിരുന്നു ഞാനത്. അത്ഭുതങ്ങളായിട്ട് തോന്നുന്നു നമുക്കിതെല്ലാം, അല്ലേ? പക്ഷേ ഇവരുടെ ഈ നാട്ടുകാർക്ക് ഇതൊന്നും ഒരു അത്ഭുതമായിട്ട് തോന്നിയില്ല. കാരണം ഇവർ എല്ലാ വർഷങ്ങളിലും ഇതുപോലുള്ള കാലാവസ്ഥാ സമയത്ത് ഇതുപോലുള്ള പ്രതിഭാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരാണ് ഈ നാട്ടുകാർ. അപ്പോൾ അവർക്കിതൊന്നും ഒരു പുത്തിരിയായിട്ട് തോന്നിയില്ല. നമ്മൾക്കാണ് ഇത് കാണുന്നതെല്ലാം വളരെ പുത്തിരിയായിട്ടും വളരെ അതിശയമായിട്ടും നമുക്കാണ് ഇതെല്ലാം തോന്നുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള വളരെയധികം നൗകകളുണ്ട്, അതായത് ബോട്ടുകളുണ്ട് ഇവിടെ 8ന്റെ പണി കിട്ടി ഇതുപോലെ സ്റ്റക്കായി കിടക്കുന്നത്. ഇനി മാസങ്ങൾ കഴിയണം ഇതെല്ലാം ഒന്ന് മിൽട്ടായിട്ട് വീണ്ടും സഞ്ചാരയോഗ്യമാകാൻ വേണ്ടി.
അതിനിടയിൽ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, ആലോചിക്കാൻ പോലും കഴിയാത്തതിലുള്ള ചില ഭാഗങ്ങളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. നാട്ടിൻപുറങ്ങളിൽ കായലിൽ കുളിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് പായൽ രണ്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് കുളിക്കുന്നത് പോലെ ഐസ് പാളികൾ രണ്ട് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ആ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് കയറി വരുന്ന ആൾക്കാരെ എനിക്ക് കാണാൻ സാധിച്ചു. കരഭാഗത്ത് നിന്നും വെള്ളത്തിലേക്ക് നീട്ടി തന്നെ പല ഭാഗങ്ങളും പോലെ കുടിലുകൾ പോലെ ചില ടെൻറ്റുകൾ അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ആ ടെൻറ്റുകൾക്കുള്ളിൽ നല്ല ഹീറ്ററായിരിക്കാനാണ് സാധ്യത. കാരണം കുളിച്ച് കയറി വരുന്നവർ ആദ്യം തന്നെ അങ്ങോട്ടേക്കാണ് കയറി പോകുന്നത്. അതാണെന്നാണ് എൻ്റെ ധാരണ. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല ആ ടെൻറ്റിനകത്ത് നല്ല ചൂടുണ്ടായിരിക്കുമോ ഇല്ലെന്ന്. പക്ഷേ മിക്കവാറും ആൾക്കാരെല്ലാം ഇത് ഐസിൽ നിന്ന് കുളിച്ച് കയറി വന്ന് തിരിച്ചങ്ങോട്ടാണ് കയറിപ്പോകുന്നത്. ഇത് ചിത്രീകരിക്കുന്നതിലോ ഇത് വീഡിയോ പിടിക്കുന്നതിലോ ഒന്നും അവർക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. ഞാൻ അവരുടെ പെർമിഷൻ വാങ്ങിയിരുന്നു. ആയിക്കോട്ടെ, ആവശ്യത്തെടുത്തോ എന്നുള്ള പെർമിഷനാണ് എനിക്ക് കിട്ടിയത്. അല്ലാതെ അവരുടെ സ്വകാര്യതയിൽ കൈ കടത്തുന്നത് ശരിയല്ലല്ലോ. ഈ രംഗങ്ങൾ ഞാൻ മാത്രമല്ല പലരും ഇങ്ങനെ വിദേശീയതായിട്ടുള്ള പലരും ഇത് പകർത്തുന്നുണ്ടായിരുന്നു. എന്താണ് അവരുടെ ലക്ഷ്യം, എന്തായിരിക്കും അവരുടെ അനുഭവം, എന്തായിരിക്കും? അതിനിടയിൽ ഒരു ബന്ധനെ കിട്ടി. എന്നെ എന്താ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതാണ് പോകുന്നത്? ഞാനും ഈ നാട്ടുകാരൻ തന്നെ. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഉച്ചയൂണിന് പോയി. ഞങ്ങളുടെ ലഞ്ച് ജയ്പൂർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലായിരുന്നു. അതിനുശേഷമാണ് ഒരു നഗര പ്രദക്ഷിണം എന്ന് ഞാൻ പറഞ്ഞിട്ട് സിറ്റി ടൂർ, ചെറിയ തോതിൽ ഒരു സിറ്റി ടൂറിന് ഞങ്ങൾ പോയി. അടുത്തതായി ഞങ്ങൾ സന്ദർശിച്ച് ലോക സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് എല്ലാ വർഷവും വിതരണം ചെയ്യുന്ന ഓസ്ലോയിലെ സിറ്റി ഹാൾ കാണാനാണ്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നമ്മൾ നോർവേയിലും ബാക്കിയുള്ള നോബൽ പ്രൈസുകൾ സ്വീഡനിലുമാണ് കൊടുക്കുന്നത്. നോബൽ പ്രൈസ് ഈ ഹാളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രധാന ലോകപ്രസിദ്ധമായിട്ടുള്ള ആൾക്കാരുടെ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആരുണ്ട് എന്ന് ഞാൻ പരിധി നോക്കി, ആരെയും കിട്ടിയില്ല. ഏഷ്യയിലെ മലാല യൂസഫ് സായ് ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഈ ഹാളിൽ നിന്നും നോബൽ സമ്മാനം വാങ്ങിച്ചിട്ടുള്ളത്. റെക്കമെൻഡേഷൻ വരും. ഇതാവുമ്പോൾ ഇവരായിരിക്കും ഏറ്റവും നല്ല ഒരു നോബൽ പ്രൈസിന് ഉള്ള ആളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയ ആളെന്നാണ് പുള്ളി ചിന്തിക്കുക. അങ്ങനെയാണ് നോർവേക്ക് അധികാരം കിട്ടുന്നത്. ലോക സമാധാനത്തിന് ഈ ഹാളിൽ നിന്നും സമ്മാനം വായിച്ചിട്ടുള്ള പല രാജ്യങ്ങളുടെ പേരുകൾ ലിസ്റ്റ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഇന്ത്യയുടെ പേരിന്ന് കാണാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടുകൂടിയൊന്നും അതിനകത്ത് പരുതുന്നുണ്ട്, കിട്ടിയില്ല. From the 8th until the 11th century. And that was all Scandinavian people coming from what's now Denmark, Sweden and Norway. That was Viking society speaking the same language. Some of them. Actually, we cannot do those. Don't understand. Even a neighboring state, you don't understand. This is language. Also, language is a language. Yeah, language. And dialect, if you take it, Dialect is something else. 10,000. അതിനുശേഷം ഞങ്ങൾ പോയത് ലോകപ്രസിദ്ധനായ, അതായത് യൂറോപ്പിൽ ആകമാനം അറിയപ്പെട്ടിരുന്ന ഒരു ശില്പിയായിരുന്നു, പ്രസിദ്ധനായ ശില്പിയായിരുന്നു ഫ്രാഗ്നർ. അദ്ദേഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ശില്പങ്ങൾ കാണാനും അതിൻ്റെ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞങ്ങൾ പിന്നീട് ഞങ്ങളുടെ യാത്ര. ആ പാർക്കിലേക്കാണ് ഞങ്ങൾ പോയത്. പക്ഷേ പാർക്കിൽ എത്തുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കാഴ്ചയിലേക്ക് ഞങ്ങൾ ശ്രദ്ധ പോയി. ഇത് പണ്ടത്തെ ഒരു ടെലിഫോൺ ബൂത്താണ്. നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നല്ലോ ഈ മൊബൈലൊക്കെ വരുന്നതിന് മുമ്പായിട്ടുള്ള ടെലിഫോൺ ബൂത്ത്. മൊബൈല് ഈ കാര്യങ്ങളെല്ലാം പിടിച്ചടക്കിയതിന് ശേഷം, കമ്മ്യൂണിക്കേഷൻ പിടിച്ചടക്കിയതിന് ശേഷം ഇതുപോലുള്ള ബൂത്തുകൾ ഉപയോഗശൂന്യമായി. പക്ഷേ ഈ രാജ്യക്കാർ കണ്ടുപിടിച്ചൊരു വേലയാണ് നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക, ആവശ്യക്കാർ വന്ന് ആ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക, എന്നിട്ട് തിരിച്ചവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. സൗജന്യമായിട്ട് ഉള്ള സേവനത്തിന് വേണ്ടിയിട്ടാണ് ആ ബൂത്ത് ഉപയോഗിക്കുന്നത്. അതിനിടയിൽ അവിടെ വന്ന് സന്നദ്ധ സേവാ സംഘങ്ങൾ വന്ന് ഫ്രീ ആയിട്ട് കാപ്പിയും സ്നാക്സും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അവരുടെ സേവനപരമായിട്ട് മാത്രം. വീണ്ടും ഞങ്ങൾ പാർക്കിലേക്കുള്ള യാത്രയായി. ഈ പാർക്കിനുള്ള ഒരു പ്രത്യേകത, എല്ലാ ശില്പങ്ങളും പൂർണ്ണമായും നഗ്നമായിട്ടുള്ളതാണ്. നിത്യേന എന്നോണം ലോകമെമ്പാടുമുള്ള നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പാർക്കാണ് ഇത്. ഇതിന് മറ്റൊരു പേര് കൂടി നൽകിയിട്ടുണ്ട്, റൊമാൻറ്റിക് പാർക്ക്. വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യ ശരീരവും ഒരുപോലെ എന്ന് ഒരു വീക്ഷണം ഇതിലുണ്ട്. മാത്രമല്ല മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ
ഈ ശില്പങ്ങളിലൂടെ വിളിച്ചോതാനും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. പല ഫിലോസഫികളും ഈ ചിത്രത്തിൽ പല രീതിയിൽ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ആശാരിയുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യം വളരെ ദുരിതകരം തന്നെയായിരുന്നു ബാല്യങ്ങളെല്ലാം. പക്ഷേ തൻ്റെ മരണശേഷവും തൻ്റെ കാലശേഷവും ഈ ലോകത്തിൽ തന്നെ എക്കാലവും അറിയപ്പെടത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന വാശിയോട് കൂടിയാണ് അദ്ദേഹം ഈ പാർക്ക് ഉണ്ടാക്കാൻ ശ്രമം ആരംഭിച്ചത്. ആയിരക്കണക്കിന് ചെറുതും വലുതുമായിട്ട് മനുഷ്യ പ്രതിമകൾ അദ്ദേഹം സൃഷ്ടിച്ചു. വെങ്കലത്തിലും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാനൈറ്റിലും കൊത്തിയെടുത്ത മനോഹരമായ ശില്പങ്ങൾ പലതും നമ്മെ അത്ഭുതപ്പെടുത്തും. ഒറ്റക്കല്ലിൽ തീർത്ത ശില്പങ്ങൾ വളരെയധികം ഉണ്ട് ഇതിനകത്ത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിൻ്റെ സഹായകരും കൂടി 13 വർഷം ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ശില്പങ്ങളെല്ലാത്തിൻ്റെയും പണി പൂർത്തീകരിച്ചത്. പാർക്കിൽ നിന്നും തിരിച്ചിറങ്ങാനുള്ള വഴിയിൽ